ഷോൾ എങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്തെടുക്കാൻ നോക്കിയാലോ. കാരണം ഷോപ്പിലൊക്കെ ഇത് എബവ് 500-600 ബീഡ്സ് വർക്കൊക്കെ ആണെങ്കിൽ അതിൽ കൂടുതൽ റേഞ്ചിലാണ് ഇതിന്റെ റേറ്റ് വരുന്നത്. നമുക്ക് അതൊന്നും കുറച്ചെങ്ങനെ സെയിം പോലല്ല, എന്നാലും നല്ല രീതിക്ക് ഒരു ഡിസൈനർ വർക്കിൽ എങ്ങനെ ചെയ്തെടുക്കാന്ന് നോക്കിയാലോ. ഫസ്റ്റ് നമ്മൾ ഇതുപോലത്തെ നെറ്റിന്റെ തുണി മുറിച്ച് വാങ്ങിക്കണം. 2.25 മീറ്ററാണ് നോർമൽ ഒരു ഷോളിന് വേണ്ടത്. ഞാൻ 2 മീറ്ററേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, എനിക്ക് ഒരുപാട് ലെങ്ത്തിന്റെ ആവശ്യമില്ല. 2 മീറ്ററിൽ 1 മീറ്റർ 50 രൂപ വെച്ച് എനിക്ക് ഇത് 100 രൂപയാണ് ഈ ഒരു നെറ്റിന്റെ തുണിക്കായിട്ട്. പിന്നെ ഞാൻ ഇതുപോലത്തെ ലേസ്, ഇത് 15 രൂപയുള്ള ഒരു മീറ്ററിന്. അത് നല്ല ചീപ്പായിട്ടുള്ള ഒരു ഇതാണ്, ലേസാണ്. ഇത് മുറിച്ച് വാങ്ങിച്ചിട്ട് ഇത് 4 സൈഡും ഞാൻ സ്റ്റിച്ച് ചെയ്ത് വെച്ചു, മെഷീനിൽ അടിച്ചിട്ട് 4 സൈഡും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതുപോലത്തെ ഒരു സ്റ്റോണിന്റെ ഇതാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇത് ഒരെണ്ണത്തിന് 1.25 രൂപയാണ്. ഇതിന്റെ ചെറുതാണെങ്കിൽ അതിലും വില കുറവിന് നമുക്ക് കിട്ടും. ഇത് അത്യാവശ്യം നല്ല വലുതാണ്. നമുക്കിത് ഒന്നില്ലെങ്കിൽ ഇങ്ങനെ ഒട്ടിച്ച് വെക്കാം, അതല്ലെങ്കിൽ ഇതിലിങ്ങനെ ഹോൾസ് ഉണ്ടാവും, അത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് വെക്കാം. സ്റ്റിച്ച് ചെയ്ത് വെച്ചാൽ കുറച്ചുകൂടെ സെക്യൂർ ആയിരിക്കും. അപ്പൊ ഞാൻ ഇത് ഫുള്ള് ഒട്ടിച്ച് സ്റ്റിച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഇത് ഈ വീഡിയോ കാണുന്ന കണക്കല്ല കേട്ടോ, ശരിക്കും കാണാനായിട്ട് നല്ല ഭംഗിയിൽ. പ്രത്യേകിച്ച് നമ്മൾ തയ്ച്ചു പിടിപ്പിച്ചേക്കുന്ന ആ സ്റ്റോണിന്റെ ഒരു വർക്ക്, അതെനിക്ക് ഈ വീഡിയോയിൽ എടുത്തു കാണിക്കാൻ പറ്റിയിട്ടില്ല. കുറച്ചുകൂടെ ഒക്കെ സ്റ്റോൺ വർക്ക് ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കല്ല.